നമസ്കാരം. ഡിസംബർ 30 ശുക്രൻ്റെ അവസാന സംക്രമണം ആരംഭിക്കുകയാണ്. 4 രാശിക്കാരുടെ ജീവിതത്തിൽ അവർക്ക് സ്വപ്നം കാണാത്തത്ര നേട്ടം തന്നെ കൊണ്ടുവരുവാൻ ഇതിനാൽ സാധിക്കും. ഈ വർഷത്തിൽ ഓരോ 12 മണിക്കൂറിൽ ഒന്നോ അതിലോ അധികമോ ഗ്രഹങ്ങൾ അതിൻ്റെ ഗതി മാറ്റാറുണ്ട്. അതിൻ്റെ ആഘാതം വ്യക്തിഗതമായ ജീവിതത്തിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സാഹചര്യങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ ശുക്രൻ വർഷം മുഴുവനും സജീവമാണ്. 2025 ശുക്രൻ ആകെ 36 തവണ നക്ഷത്ര രാശികൾ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ അവസാന നക്ഷത്ര രാശി സംക്രമണം നടക്കാൻ പോകുന്നത് ഡിസംബർ 30 രാത്രി 10:05 ശുക്രൻ മൂലം നക്ഷത്രം വിട്ട് പൂർവാഷാഢ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ ഈ സംക്രമണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം, സൗന്ദര്യം, സമ്പത്ത്, ആഡംബരം, സംഗീതം, ഭൗതികമായ സുഖങ്ങൾ എന്നിവയുടെ പ്രതീകമായി ശുക്രനെ കണക്കാക്കുന്നു. ശുക്രൻ്റെ നക്ഷത്രമാറ്റം സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ഫലം സാമ്പത്തികപരമായ ശക്തി, ബന്ധങ്ങളിലെ മാധുര്യം, നിങ്ങൾക്ക് സാമൂഹികപരമായ അന്തസ്സ് എന്നിവ വർദ്ധിക്കുന്നതായി കാണപ്പെടും. ഈ സംക്രമണം 12 രാശിക്കാരെയും ബാധിക്കുമെങ്കിലും ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകരവും ഫലപ്രദവുമായാണ് കാണപ്പെടുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഡിസംബർ 30 ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ വർദ്ധിക്കുന്നതെന്നറിയാം. മിഥുനം രാശി. ശുക്ര സംക്രമണം വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും. നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ കൂടുതൽ മധുരമായി തീരും. പരസ്പര ധാരണ വളരെയധികം മെച്ചപ്പെടും. കുടുംബജീവിതം സമാധാനവും സന്തോഷകരവുമായി തുടരും. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും. സാമ്പത്തികപരമായി നിങ്ങളുടെ നില വളരെയധികം ശക്തിപ്പെടുന്നതായി കാണുന്നു. നിങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും. കല, എഴുത്ത്, സംഗീതം എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. നിങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം തന്നെ ഇരട്ടിയാകും. പുതിയ പദ്ധതികൾ ഗുണകരമായി മാറും. നിങ്ങളുടെ ദിനചര്യയിൽ വളരെയധികം അച്ചടക്കം വന്നു ചേരും. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഡിസംബർ 30 വളരെയധികം ഭാഗ്യം വന്നു ചേരും. നിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കുന്നതാണ്. സമൂഹത്തിൽ അംഗീകാരം കാണുന്നു. ജോലിസ്ഥലത്തും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. സുഹൃത്തുക്കളുമായുള്ള ബന്ധവും വളരെയധികം ദൃഢകരമായി മാറും. തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ തൊഴിലിൽ വളരെയധികം പുരോഗതികൾ കൈവരിക്കുവാൻ സാധിക്കും. ഇതേസമയം ബിസിനസ് പരമായി വളരെയധികം ലാഭം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാകും. ചെലവുകളെല്ലാം തന്നെ നിയന്ത്രിക്കപ്പെടും. മാനസികപരമായി വളരെയധികം സമാധാനവും ആരോഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ശുക്ര സംക്രമണം നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം മികച്ചതാക്കും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും. നിങ്ങളിൽ വളരെയധികം പോസിറ്റീവ് പരമായ ഊർജം വന്നു ചേരും. നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം മികച്ചു നിൽക്കും. സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കുവാനുള്ള യോഗം നിങ്ങളിൽ വന്നു ചേരും. നിങ്ങളുടെ സൃഷ്ടിപരവും കലാപരവുമായുള്ള കഴിവുകൾ
വിജയിക്കും. നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾക്ക് പ്രത്യേക ഒരു ആകർഷണീയത വന്നുചേരും. പുതിയ പദ്ധതികളെയും നിക്ഷേപങ്ങളെയും കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം തന്നെ വളരെയധികം മികച്ചു നിൽക്കും. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ഈ സംക്രമണം സമ്പത്ത് വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം, സുഖം എന്നിവ വർദ്ധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സ്നേഹം നിലനിൽക്കും. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പിന്തുണ വന്നു ചേരും. തെറ്റിദ്ധാരണകളെല്ലാം മാറി നിങ്ങളുടെ കുടുംബ ബന്ധം വളരെയധികം ദൃഢകരമായി മാറും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കാണുന്നു. നിങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം തന്നെ വളരെയധികം മികച്ചു നിൽക്കും. നിങ്ങൾക്ക് വളരെയധികം ഗുണപരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. നിങ്ങളുടെ ആരോഗ്യനില മികച്ചു നിൽക്കും. നിങ്ങൾക്ക് മാനസികമായ ഉല്ലാസം വന്നു ചേരും. വിദ്യാഭ്യാസം, അറിവ്, പുതിയ പദ്ധതികൾ എന്നിവയിലെല്ലാം തന്നെ മികച്ച വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.